നിങ്ങളുടെ പേഴ്സൻ്റെ മെസ്സേജസ് ഇന്ന് എന്താണെന്ന് നമുക്ക് നോക്കാം. ടാരോ ഉണ്ട്, ഒറാക്കിൾ ഉണ്ട് കേട്ടോ. എല്ലാവർക്കും ഹാൻഡ് റിട്ടൺ ചാനൽ മെസ്സേജസിനോടാണ് താല്പര്യം. പക്ഷേ ഇന്ന് നമ്മൾ അത് എടുക്കാൻ പറ്റില്ലല്ലോ. റെപ്പറ്റേറ്റീവ് ആയിപ്പോവും, ബോറായിപ്പോവും കേട്ടോ. ടാരോയും കൂടെ ഷഫിൾ ചെയ്ത് വെച്ചിരിക്കുകയാണേ. എന്താണ് പേഴ്സൺ പറയുന്നത് നമുക്ക് നോക്കാം. സൺ, ഓക്കെ. ഡിസ്ട്രെസ് ഫ്രം ദിസ് ഇസ് ഡ്രെയിനിങ് മീ. അവർക്ക് ആകെ ഓവർവെൽഡ് ആയിട്ട് ഫീൽ ചെയ്യുന്നു, സ്ട്രെസ്സ് ഫീൽ ചെയ്യുന്നു എന്ന് പറയാണ്. ഐ ഫീൽ ലൈക്ക് എ പാർട്ട് ഓഫ് മീ ഈസ് മിസ്സിങ് വിത്തൗട്ട് യു. നിങ്ങൾ കൂടെ ഇല്ലാത്തത് കൊണ്ട് അവരുടെ തന്നെ ഒരു ഭാഗം മിസ്സിങ് ആയിട്ട് ഇല്ലാത്ത പോലെ അവർക്ക് ഫീൽ ചെയ്യുകയാണ് കേട്ടോ. ഐ വോണ്ട് ടു ടെൽ യു ദ ട്രൂത്ത്. നിങ്ങളോട് ഇനിയും ഒരുപാട് കാര്യങ്ങൾ അവർക്ക് പറയാനുണ്ട് എന്ന് പറയുന്നു. ദ ലെസൺസ് ഐ ലേൺ ഫ്രം അസ് വിൽ നെവർ ബി ഫോർഗോട്ടൻ. നിങ്ങളുടെ റിലേഷൻഷിപ്പ് അവർക്ക് ഒരുപാട് പുതിയ പാഠങ്ങൾ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതൊന്നും അവരൊരിക്കലും മറക്കില്ല എന്ന് പറയുകയാണ്. ഐ ലെറ്റ് മൈ പ്രൈഡ് ഗെറ്റ് ഇൻ ദ വേ ഓഫ് എ കണക്ഷൻ. അവരുടെ ഈഗോ അല്ലെങ്കിൽ അവരുടെ ഒരു എന്താ പറയുക, താണ് തരാൻ വയ്യാത്ത രീതിയിലുള്ള, ഞാൻ അഹങ്കാരം എന്ന വാക്ക് ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്നില്ല, ഒരു ഈഗോ ഇഷ്യൂ ആണ് അവർക്കുള്ളത്. അത് നിങ്ങളുടെ ഇടയിൽ ഒരു പക്ഷേ ഒരു സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നമായിരുന്നിരിക്കാം. അത് പറയാതെ വലിച്ചു നീട്ടി ആകെ പ്രശ്നമായി എന്നുള്ളൊരു സിറ്റുവേഷനാണ്. അത് അവരുടെ തെറ്റാണെന്ന് അവർ മനസ്സിലാക്കുന്നു. ഐ എം സ്ട്രഗ്ലിംഗ് ടു ഗെറ്റ് ഓവർ ദ പാസ്റ്റ്. നിങ്ങളോടൊരു സോറി ചോദിക്കണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. ആ പാസ്റ്റിൽ നടന്ന സംഭവം ഒന്ന് മറികടന്ന് വരണമെന്ന് അവർക്ക് ആഗ്രഹമുണ്ട് കേട്ടോ. ഐ വോണ്ട് ടു കോൾ യു ആൻഡ് ഹിയർ യുവർ വോയ്സ്. നിങ്ങളെ വിളിക്കണം, വിളിച്ച് സംസാരിക്കണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് എന്ന് തന്നെയാണ് അവർ പറയുന്നത്. ഇനി ടാരോ നോക്കാം. ബോട്ടം ഓഫ് ദി ഡെക്ക് സൺ ആയിരുന്നു കേട്ടോ. ലവേഴ്സ്, ഗുഡ്. 6 ഓഫ് പെൻഡക്കിൾസ്, 7 ഓഫ് പെൻഡക്കിൾസ്, കിങ് ഓഫ് കപ്സ്, നൈറ്റ് ഓഫ് കപ്സ്. അതായത് അവർ പറയാൻ ആഗ്രഹിക്കുന്നത്, നേരത്തെ അതിൻ്റെ കണ്ടിന്യൂഷൻ ആയിട്ട് പറഞ്ഞാൽ, നിങ്ങളുടെ ഇടയിൽ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അവരൊരു കിങ് ഓഫ് കപ്സിൻ്റെ എനർജിയിൽ ഇരിക്കുകയായിരുന്നു എന്ന് വയ്ക്കുക. എന്ന് വെച്ചാൽ യാതൊരു ആക്ഷനും ഇല്ല. സ്നേഹം ഒരുപാട് മനസ്സിൻ്റെ ഉള്ളിലുണ്ട്, പക്ഷേ യാതൊരു ആക്ഷനും എടുക്കാതെ ഒരു സോറി പറഞ്ഞാൽ തീരുന്ന പ്രശ്നം അതിനെ വലിച്ചു നീട്ടി കൊണ്ടുപോവുകയായിരുന്നെങ്കിൽ അവർക്ക് ഇപ്പോൾ വളരെ വ്യക്തമായിട്ടറിയാം നിങ്ങൾ അവരുടെ ലൈഫിലെ പോസിറ്റിവിറ്റി ആയിരുന്നു എന്ന്, അവരുടെ ഭാഗ്യദേവത നിങ്ങളായിരുന്നു എന്ന് അവർ മനസ്സിലാക്കുന്നു. നിങ്ങളുടെ അടുത്തൊരു സോറി പറഞ്ഞ് മുന്നോട്ട് വരണം എന്ന് അവർക്ക് ആഗ്രഹമുണ്ട്. നിങ്ങളുടെ ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്ത് തന്നെ ആയാലും അത് സോൾവ് ചെയ്യാൻ വേണ്ട നടപടികൾ എടുക്കണമെന്നും അവർ ആഗ്രഹിക്കുന്നുണ്ട് കേട്ടോ. അവരുടെ ഭാഗത്തു നിന്ന് എന്ത് എഫേർട്ടാണോ നിങ്ങളുടെ റിലേഷൻഷിപ്പിന് വേണ്ടി വേണ്ടത് അതെടുക്കാൻ അവർ തയ്യാറാണ് എന്ന് തന്നെ അവർ പറയുന്നു. നിങ്ങളുമായിട്ടൊരു ഈക്വൽ ഗിവ് ആൻഡ് ടേക്കിൽ എത്തണം എന്ന് തന്നെയാണ് അവർ ആഗ്രഹിക്കുന്നത് കേട്ടോ. നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റിയും കൂടി ഏറ്റെടുക്കണം എന്നവർ ആഗ്രഹിക്കുന്നുണ്ട്. നിങ്ങൾ തമ്മിൽ കാണുന്ന സമയത്ത് ഒരു ഗിഫ്റ്റ് കൊടുക്കൽ വാങ്ങൽ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവാനുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല കേട്ടോ. ഒരുപാട് സ്നേഹമാണ്. ദേ വോണ്ട് ടു സേ ഐ ലവ് യു. ഓക്കെ. ഇത്ര നാളും യാതൊരു ഭാവമാറ്റവും ഇല്ലാതെ അവർ ഇരിക്കുകയായിരുന്നെങ്കിൽ ഇനി നിങ്ങളെ കാണുമ്പോൾ ഒരു ഭാവമാറ്റം തീർച്ചയായിട്ടും അവരുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവും. അത് വളരെ പോസിറ്റീവായിട്ടൊരു ചേഞ്ച് ആയിരിക്കും നിങ്ങൾക്ക് അനുഭവിക്കാൻ കഴിയുക കേട്ടോ. അതാണ്